ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് അപ്പച്ചൻ്റെ 75ാം പിറന്നാളാണ്. അപ്പോൾ അപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു 70ാം പിറന്നാളാണ് ആഘോഷിക്കുന്നത് വിചാരിച്ചത്. പക്ഷെ ഒന്ന് കൊറോണയ്ക്ക് കാരണം സ്ലൈറ്റായിട്ടത് നടക്കാൻ പറ്റിയില്ല. എന്നാലും ചെറുതായ രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 75ാമത്തെ പിറന്നാൾ നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 3 മക്കളും ഇതുപോലെ ഒത്തൊരുമിച്ച് ഇങ്ങനെ കാണാനും പറ്റി. അപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമായിരുന്നു സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പന് ഭയങ്കര ഒത്തിരി ആഗ്രഹമായിരുന്നു എല്ലാവരെയും, പാർട്ടിയിലത്തെ ആൾക്കാരെയും എല്ലാവരെയൊക്കെ വിളിച്ച് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ നടത്തണം. പക്ഷെ അത് കൂടാണ്ട് ജാസ് ഡേ, അതായത് പീസ് യുണൈറ്റ്, അതിന്റെ ഇന്റർനാഷണൽ ഡേ ആണ്. കൂടാതെ പിന്നെന്തൊക്കെയാണെന്ന് പറ. ഞാൻ വന്നു. ഓക്കെ, ശരിയാണ്. എല്ലാത്തിനുപരി നമുക്ക് വർഗീസേട്ടന്റെ 75ാം വാർഷികമാണ്. അതായത് 75 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അപ്പൊ അതിന് വിശിഷ്ടാതിഥിയായിട്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത് MLA ശേഖർ ചിറ്റപ്പള്ളിയാണ്. അപ്പോൾ പിന്നെ ഫോട്ടോയില് നന്നായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വർഗീസേട്ടൻ എന്താണെന്നുള്ളത് മനസ്സിലാവും. വർഗീസേട്ടൻ വൈരക്കൽ രംഗത്തെ തൊഴിലാളി എന്ന നിലയ്ക്ക് തൊഴിലാളിയും തൊഴിലാളി യൂണിയന്റെ സംഘാടകനുമായി പ്രവർത്തിച്ച് ഈ പഞ്ചായത്തിലെ വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്തിലെ ജനപ്രതിനിധിയായി സർവീസ് സഹകരണം, പ്രത്യേകിച്ച് നമ്മുടെ ഫാർമേഴ്സ് ബാങ്കിൻ്റെ ഭരണാധികാരിയായി ഒക്കെ പ്രവർത്തിച്ച് പിന്നീട് ജീവിത സാഹചര്യം വിദേശത്ത് പോയി ജോലി ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന നമ്മുടെ പ്രദേശത്ത് ഒരു ഐക്കണാണ് ടി.ഒ. വർഗീസ് എന്ന് പറയുന്ന വർഗീസേട്ടൻ. മുരളി പെരുന്നല്ലി MLA, മുൻ MLA അബ്ദുൽ ഖാദർ എന്നിവർ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കാണാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അന്നത്തെ കഷ്ടപ്പാടാണ്. പട്ടിണി വരെ സമയം ഉണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചതാണ്. ഇന്ന് അവൻ നിലവിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം.
സന്തോഷമുണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ ജോസും ഇതുപോലെ തന്നെ. ഇന്നും പെങ്ങന്മാര് പെങ്ങളുടെ മക്കള് എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ജീവനാണ്. ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അവൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങൾ നടത്തുള്ളൂ. അല്ലാണ്ട് ഒരാളെ മാറ്റി നിർത്തുന്ന പണി അവനില്ല. പെരുന്നാളായാലും അപ്പൻ്റെ അമ്മമാരി കുടുംബാലും ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നീ വിളിക്കണ്ട, നീ പെരുന്നാൾക്ക് വന്ന് നീ വിളിച്ചോ. അപ്പൊ ഞാൻ പറയും അവർ പറയും എന്തിനാ അമ്മ വിളിക്കണ്ട. ഞാൻ പറയും അച്ഛൻ വിളിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനല്ലേ. നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അച്ഛന്മാരെ വിളിക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ കെട്ടിയമാരൊക്കെ നല്ല അഭിമാനമാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. അതിന് മക്കളായാലും ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്, സൗദി ആറാംകോന്റെ പ്ലാന്റിൽ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കണം. ആർക്കും ഒരു പരാതികളില്ല, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യ അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. എല്ലാവർക്കും നമസ്കാരം. വർഗീസ് ടി ഒ വർഗീസിൻ്റെ മൂന്നാമത്തെ മകനാണ് അജ്വിൻ ടി വർഗീസ്. ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഡിഫൻസിലാണ്, സെൽ ലെഫ്റ്റനൻറ്റ്. ഇപ്പോൾ പോസ്റ്റഡ് ഞാൻ വെസ്റ്റ് ബംഗാളിലാണ്, കലിംപോങ്. അപ്പോൾ എല്ലാവരും ഉഷാറാണ്. ഈ ഈവനിങ്ങിൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ വന്ന എല്ലാവർക്കും വാം വെൽക്കം ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു. എൻ്റെ പേര് ഏഞ്ചൽ മേരി. ഞാൻ ആൽവിൻ്റെ വൈഫാണ്. ഞാൻ അമലയിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് 2 പിള്ളേരുണ്ട്. എൻ്റെ പേര് ബവിത. ഞാൻ ആൻസാറിൻ്റെ വൈഫാണ്. ഞങ്ങൾക്ക് 2 പിള്ളേരുണ്ട്, റോൺ ആൻഡ് പ്രിയ. പിന്നെ ജോലിയൊന്നുമില്ല. എൻ്റെ പേര് നവ്ലി. ഞാൻ അജുവിൻ്റെ വൈഫാണ്. എനിക്ക് 2 മക്കളുണ്ട്, ഇയോൺ ആൻഡ് ഇനാൻ. 2 പേരും ഇവിടെ ഓടി നടക്കുന്നുണ്ട്. ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒരാൾ ഓടി നടക്കുന്നുണ്ട്. താങ്ക് യു. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ദൈവം സഹായിച്ച് ഒരു കുഴപ്പം ഞാൻ തന്നിട്ടില്ല. അതുപോലെ ജോസിനായാലോ, ജോസിന് ഞങ്ങൾ മലയാളം നോക്കിയിട്ടുണ്ട്. അപ്പന്റെ കയ്യിലെ പോലുള്ള ഒരാങ്ങളെയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്ത് കാര്യത്തിനും എവിടെ ചെന്നാലും എന്ത് ആവശ്യത്തിനും ഞങ്ങളുടെ ഒപ്പമുണ്ട്. പറയുന്നത് എന്റെ ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയിട്ട് എന്റെ ആങ്ങളെയാണ് അധികം കഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതേപോലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ആങ്ങളെ ഒപ്പം ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. എന്ത് കുറവ് നടത്താനും ഞങ്ങൾ 2 ആങ്ങളാരും ഒപ്പം ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി. ഇത്രയും വായിച്ചു നന്ദി പറയുന്നു. എന്റെ മഞ്ജുവിനോ മിന്നുവിനൊരു വിഷമോ അവന്ന് പറഞ്ഞില്ലാന്ന്. 4 ആമക്കൾ മാത്രല്ല, 2 പെൺകുട്ടികളും ഉണ്ടേട്ടാ. അതുപോലെ അപ്പന് ഒത്തിരി ആഗ്രഹമായിരുന്നു ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്നത്. ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് ഡാൻസ് പഠിച്ചത്. ആൽവിൻ ചേട്ടൻ അന്നാണ് കാലത്ത് എത്തിയത്. അപ്പോൾ എല്ലാവരും ഒരു കോർഡിനേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡാൻസ് തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് കഴിഞ്ഞത്. പിന്നെ ഒരുപാട് പേര് വിഷസ് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒരുപാട് പേര് ഒത്തിരി വിഷസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. റിപ്ലൈ ഒന്നും അയക്കാൻ പറ്റതിൽ വിഷമമൊന്നും വിചാരിക്കരുത്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ ഫാമിലീനെ നന്നായിട്ട് ഓർക്കണം, പ്രാർത്ഥിക്കണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേളയിൽ 75 വയസ്സായ അക്കാത്തിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഒരുപാട് പേര് ആശംസകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പേടിച്ചിട്ട് പറയാൻ പറ്റാത്തത്, എന്താണ് പറയേണ്ടതെന്ന് പേടിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വിഷമം കൊണ്ട് പറയാൻ പറ്റാത്തവർ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വിഷമമൊന്നും വിചാരിക്കേണ്ട. അപ്പൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തു. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും. കാര്യമാണ്. ചായ പോലും മേടിച്ചു കുടിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ ചെലവാക്കിയാലും ആ മനുഷ്യന് എത്രയ്ക്കോ ഉപകാരം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു പോകണം എന്ന നിലപാട് സ്വീകരിക്കുകയും
ആ നിലപാടിൽ ഉറച്ച് അതിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്ത ഒരു കൂട്ടം സഖാക്കളാണ് ഇപ്പൊ ഈ നിൽക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഞാൻ അതിന്റെ ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇല എണ്ണിയപ്പോ വേറൊരാൾ ജയിക്കുന്നു വിചാരിച്ചു. പക്ഷെ വർഗീസായിട്ട് അവിടെ ജയിച്ചു. വീണ്ടും പിന്നെ ഇലക്ഷന് നിന്നു, ബുദ്ധിമുട്ടുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, ഗൾഫിൽ നിന്ന് പോയി അവിടെ വീണ്ടും തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നിട്ട് 75-ാം വയസ്സിലും ചുറുചുറുക്കോടെ പോകുമ്പോ തന്നെ ഇല്ല, നീ ഇങ്ങോട്ട് വാടാ മൃഗപരിപാടിക്ക് പോണം എന്ന് എന്നോട് പറയാണ്. 56 വയസ്സായിട്ടുള്ള എന്നോട് പറയാ, 25 വയസ്സായിട്ടുള്ള പിള്ളേരോടും പറയാ, നീ ഇങ്ങോട്ട് വാടാ ആ പരിപാടിക്ക് പോകണമെന്ന് പറയാ. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഭംഗിയാക്കി തന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.